മീഡിയ 2-ലും ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മുത്തശ്ശിയെക്കുറിച്ചുള്ള പഴയ നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ചും മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളും പഴയ സംഭവങ്ങളും ഒക്കെ ഓർത്ത് കാറിൽ സങ്കടപ്പെട്ട് യാത്ര ചെയ്യുകയാണ് ലക്ഷ്മി. തുടർന്ന് കാണിക്കുന്നത് സഞ്ജുവിൻ്റെ വീട്ടിൽ അടുക്കളയിൽ ശ്രീദേവിക്ക് ചായ ഉണ്ടാക്കുകയാണ് രാജു. ഈ സമയത്ത് അവിടേക്ക് വന്ന കവിത രാജുവിനെ മുത്തശ്ശൻ വിളിക്കുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. തുടർന്ന് ശ്രീദേവിക്ക് കൊടുക്കാനുള്ള ചായയിൽ എന്തോ ഗുളിക കലക്കുകയാണ് കവിത. അതിനുശേഷം രാജു തിരിച്ചു വരുമ്പോൾ എന്തിനാ മുത്തശ്ശൻ അന്വേഷിച്ചതെന്ന് കവിത ചോദിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ അന്വേഷിച്ചില്ലെന്നാണ് പറഞ്ഞതെന്ന് രാജു പറയുകയാണ്. അച്ഛൻ എന്താ ആളിനെ കളിയാക്കുകയാണോ എന്ന് ഒന്നും അറിയാത്ത മട്ടിലങ്ങ് അഭിനയിക്കുകയാണ് കവിത. ഈ സമയത്ത് രാജു പറയുന്നുണ്ട്, മുത്തശ്ശൻ അങ്ങനെയാണ്, ഒരു വഴിപാടിൻ്റെ കാര്യം പറഞ്ഞു, ചിലപ്പോൾ അത് പറയാനായിരിക്കും വിളിച്ചത് എന്ന് പറയുകയാണ്. തുടർന്ന് ശ്രീദേവിക്ക് ചായ കൊണ്ട് കൊടുക്കാനായിട്ട് കവിത പറയുന്നു, എല്ലാവർക്കും ഇറങ്ങണം, മുഹൂർത്തത്തിന് സമയമായി എന്നൊക്കെ പറഞ്ഞ് രാജുവിനെ ചായയുമായിട്ട് ശ്രീദേവിയുടെ അടുത്തേക്ക് കവിത പറഞ്ഞു വിടുന്നു. രാജു ചായയുമായിട്ട് പോകുമ്പോൾ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വരില്ല ശ്രീദേവി എന്ന് മനസ്സിൽ പറയുന്നുണ്ട് കവിത. തുടർന്ന് ചായയുമായിട്ട് രാജു ചെല്ലുമ്പോൾ നീ ഇതുവരെ റെഡിയായില്ലേ, ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളതല്ലേ, ചായങ്ങി തന്നെ, തൊണ്ട വരണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനോട് കൂടി ചായങ്ങ് വാങ്ങി കുടിക്കുകയാണ് ശ്രീദേവി. അന്നേരം ഇന്നത്തെ കാര്യം ആലോചിച്ചിട്ടാണ് ശ്രീദേവി അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ എന്നൊക്കെ രാജു പറയുന്നുണ്ട്. തുടർന്ന് ചായ കുടിക്കുന്ന ശ്രീദേവി ചുമക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഇന്നത്തെ കാര്യം ആലോചിച്ച് ടെൻഷനൊന്നും വേണ്ട, എല്ലാം ഭംഗിയാക്കി നടക്കും എന്നൊക്കെ രാജു പറയുകയാണ്. തുടർന്ന് സഞ്ജു റെഡിയായോ, അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് ശ്രീദേവി പറയുന്നുണ്ട്. ഞാൻ പോയി നോക്കാമെന്നും പറഞ്ഞ് രാജു മുറിയിൽ നിന്നും താഴേക്ക് പോവുകയാണ്. ഈ സമയത്ത് വാതിലടച്ച് കുറ്റിയിടുന്ന ശ്രീദേവി നീയും പെട്ടെന്ന് റെഡിയാകുമെന്ന് വിളിച്ചു പറയുന്നുണ്ട്. തുടർന്ന് വാതിലൊക്കെ അടച്ച ശേഷം ശ്രീദേവിക്ക് ചുമ വരികയും നെഞ്ചൊക്കെ തടവി ഭിത്തിയിൽ ചാരിയൊക്കെ നിൽക്കുന്നുണ്ട്. തുടർന്ന് രാജു താഴേക്ക് പോകുന്ന ശ്രദ്ധിച്ചിട്ട് കവിത കാഞ്ചനെ ഫോൺ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഉടനെ പുറപ്പെടുമെന്ന്. അന്നേരം നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, നീ എൻ്റെ അനിയത്തിയാണെങ്കിൽ അത് പാലിക്കണമെന്ന് കാഞ്ചന പറയുകയാണ്. അതേസമയം തിരിച്ച് കവിതയും പറയുന്നുണ്ട്, കവിത ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പാലിച്ചിരിക്കുമെന്ന്. നിങ്ങൾക്ക് പുറപ്പെടാനുള്ള സമയമായില്ലേ, ശ്രീദേവി അണിഞ്ഞൊരുങ്ങി ഇരിപ്പുണ്ടാകുമെന്ന് കാഞ്ചന പറയുകയാണ്. അന്നേരം കൂടെ പുറപ്പെടാനായിട്ട് ശ്രീദേവി ഉണ്ടാകില്ല, അതിനുള്ള പണിയൊക്കെ ഒപ്പിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് കാഞ്ചനയോട് പറയുകയാണ് കവിത. അവൾക്കുള്ള ചായയിൽ ഉറക്കഗുളിക ഞാൻ കലർത്തിയിട്ടുണ്ട്, അവളിപ്പോൾ മയങ്ങി കാണുമെന്ന് കവിത പറയുകയാണ്. അവളുടെ മകൻ്റെ വിവാഹവേദിയിൽ അവൾ നിൽക്കാൻ പാടില്ല, ഇനിയിപ്പോൾ അവൾ എഴുന്നേറ്റ് വന്നാലും ഈ കാഞ്ചന അതിന് സമ്മതിക്കില്ല എന്ന് പ്രതികാരത്തോടു കൂടി സംസാരിക്കുകയാണ് കാഞ്ചന. തുടർന്ന് സഞ്ജു അച്ഛൻ വിവാഹ ദിവസം ധരിച്ചിരുന്ന ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഫോട്ടോയ്ക്ക് മുമ്പിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നേരം പുറകിൽ നിൽക്കുന്ന കവിത പറയുകയാണ്, മണ്ടൻ, 26 വർഷം മുമ്പ് അച്ഛൻ ധരിച്ചിരുന്ന വിവാഹ വേഷവും ധരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ഇവന് നാണമില്ലേ, എന്തായാലും ഇത് കണ്ട് സായുജ്യമടയാനായിട്ട് അവൻ്റെ അമ്മയ്ക്ക് കഴിയില്ലല്ലോ, അത് ഭാഗ്യമെന്ന് ആശ്വസിക്കുകയാണ് കവിത. അന്നേരം തൊഴുത് നിൽക്കുന്ന സഞ്ജുവിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. പുറകിൽ നിൽക്കുന്ന മുത്തശ്ശൻ പോകാമെന്ന് സഞ്ജുവിനോട് പറയുകയാണ്. തുടർന്ന് ചുറ്റും നോക്കിയിട്ട് അമ്മ എവിടെയെന്ന് സഞ്ജു അന്വേഷിക്കുകയാണ്. അന്നേരം സ്വയം കവിത പറയുകയാണ്, അമ്മ ഉറങ്ങുകയാണല്ലോ മോനെ, 6 മണിക്കൂർ കഴിയാതെ ആര് വിചാരിച്ചാലും അമ്മയെ ഉണർത്താനായിട്ട് സാധിക്കില്ല. അന്നേരം മുത്തശ്ശൻ പറയുകയാണ്, ആരെങ്കിലും പോയി ശ്രീദേവിയെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ. തുടർന്ന് മുത്തശ്ശി പറയുകയാണ്, ശ്രീദേവി പൂജാമുറിയിലായിരിക്കുമെന്ന്. അന്നേരം മുകളിലേക്ക് പോകുന്ന സഞ്ജു വാതിൽക്കൽ മുട്ടിയിട്ട് കതക് തുറക്കാനായിട്ട് പറയുകയാണ്. അന്നേരം കവിത അമ്മയോട് പറയുന്നുണ്ട്, ചെന്ന് ക്ഷണിക്കാനായിട്ട് കാത്തിരിക്കുകയായിരിക്കും അകത്തമ്മയെന്ന്. അന്നേരം മുത്തശ്ശി പതിയെ പറയുകയാണ്, നീ ഒന്ന് മിണ്ടാതിരിക്കുക, ഈ ചടങ്ങ് എന്തായാലും ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന്. തുടർന്ന് സഞ്ജു ഒരുപാട് തവണ വാതിൽക്കൽ തട്ടി വിളിക്കുകയാണ്. മുത്തശ്ശനും വിളിക്കുന്നു, കാവേരിയും വിളിക്കുകയാണ്, ശ്രീദേവി ഏട്ടത്തി എന്താ വാതിൽ തുറക്കാത്തേന്നും പറഞ്ഞ്. തുടർന്ന് സഞ്ജു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്, അമ്മ എന്താ ഇത്രയും സമയമായിട്ടും വാതിൽ തുറക്കാത്തേന്നും പറഞ്ഞ്. പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശ്രീദേവി. അമ്മ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് സഞ്ജു പറയുമ്പോൾ, ഞാൻ ഡ്രസ്സ് ചെയ്യുകയായിരുന്നു, മോൻ പോവല്ലേ, ദാ വരുന്നു എന്ന് ശ്രീദേവി പറഞ്ഞ് വീണ്ടും അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഇത് കണ്ട് കവിത കരുതുകയാണ്, ഇവൾക്ക് എന്താ ഒരു മാറ്റവും ഇല്ലാത്തത്, ചായയിൽ ഞാൻ മയക്കുപൊടി കലർത്തിയതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ പദ്ധതി ചീറ്റിപ്പോയി എന്നുള്ള നിലയിൽ ആകെ നിരാശപ്പെട്ട് നിൽക്കുകയാണ് കവിത. ഇതേസമയം ഓഡിറ്റോറിയത്തിൽ കാഞ്ചന പ്രഭയോട് ചോദിക്കുകയാണ്, അച്ഛൻ ഒരു ഭാഗത്ത്, മകൾ ഒരു ഭാഗത്ത്, വരുന്നവരൊക്കെ എന്നോട് പ്രഭ എവിടെയെന്നാണ് ചോദിക്കുന്നത്, പ്രഭ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കാതിരിക്കെ, ഒരു മംഗളകർമ്മല്ലേ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പ്രഭയെ ചോദ്യം ചെയ്യുകയാണ് കാഞ്ചന. അന്നേരം ഉള്ളിൽ വേദന വെച്ച് പുറമേ ചിരിച്ച് കാണിക്കാനായിട്ട് എനിക്ക് കഴിയില്ല, പ്രഭാചന്ദ്രന് ഒരു മുഖമേ ഉള്ളൂ എന്ന് കാഞ്ചനയോട് പ്രഭ പറയുകയാണ്. അന്നേരം ഒരു വീട്ടുപണിക്കാരി പെണ്ണ് എൻ്റെ കുടുംബത്തിൽ വന്ന് എന്തുമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്.
സ്വാതിക്ക് അനിയത്തിയാണെന്ന് പറയുന്നു. പക്ഷേ പ്രഭയ്ക്ക് അമ്മു ആരാണ്? മകളൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കാഞ്ചന. ശ്രീകുട്ടി അമ്മുവിനെ അനിയത്തിയെന്ന് എപ്പോൾ വിളിച്ചു തുടങ്ങിയോ ആ നിമിഷം മുതൽ അമ്മുവിനെ ഒരു മകളായിട്ട് തന്നെയാണ് ഞാനും കണ്ടു തുടങ്ങിയതെന്ന് പ്രഭ പറയുകയാണ്. പ്രഭയുടെ ആ ഒരു മറുപടിയിൽ ഒന്ന് ഞെട്ടുകയാണ് കാഞ്ചന. തുടർന്ന് പ്രഭ അമ്മുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് ആകെ ദേഷ്യം വരികയാണ് കാഞ്ചനയ്ക്ക്. അന്നേരം എൻഗേജ്മെൻറ്റ് നടക്കണ്ടേ എന്ന് കാഞ്ചന ചോദിക്കുകയാണ്. ശ്രീകുട്ടി അമ്മുവിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ എനിക്ക് പക്ഷേ അതിനുവേണ്ടി കഴിയില്ലല്ലോ. കുറച്ച് മനസ്സ് വേദനിച്ചിട്ടാണെങ്കിലും എൻഗേജ്മെൻറ്റ് നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹമെന്ന് പ്രഭ പറയുകയാണ്. ഒരു മകളുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ ഒരു മകൾ മിസ്സിംഗ് ആണെന്നറിയുന്നത് ഏതൊരച്ഛനും വേദനയല്ലേ എന്ന് പ്രഭ ചോദിക്കുകയാണ്. അന്നേരം പതിയെ കാഞ്ചന പറയുന്നുണ്ട്, അമ്മു പ്രഭയുടെ മകളല്ല, അവളൊരു വേലക്കാരിയാണ്. യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വാ പ്രഭ, അത് മനസ്സിലാക്ക് എന്നൊക്കെ കാഞ്ചന പ്രഭയോട് പറയുകയാണ്. അതിന് ഞാൻ മാത്രം വന്നാൽ മതിയോ? ശ്രീകുട്ടിയും ചടങ്ങിന് ഇറങ്ങി വരണ്ടേ എന്ന് പ്രഭ ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ അവൾ ഇറങ്ങി വരാതിരിക്കുമോ? സഞ്ജുവും കൂട്ടരും എത്തിക്കഴിഞ്ഞാൽ പിന്നെ സഞ്ജു തന്നെ അവളെ പുറത്തേക്ക് ഇറക്കും, അതിലെനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് കാഞ്ചന. കാഞ്ചന കണ്ട ലോകമൊന്നും അവൾ കണ്ടിട്ടില്ല എന്ന് കാഞ്ചന പറയുകയാണ്. തുടർന്ന് ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രഭ അമ്മുവിനെക്കുറിച്ച് ഒരുങ്ങുമ്പോൾ അത് കൈയുയർത്തി തടുത്തുകൊണ്ട് പറയുകയാണ്, ഇവിടുത്തെ വിഷയം അമ്മുവല്ല, ഞങ്ങളുടെ മകളുടെ വിവാഹ നിശ്ചയമാണ്, അതുമാത്രം ചിന്തിച്ചാൽ മതി എന്ന് കാഞ്ചന ഉറച്ച തീരുമാനമെന്ന പോലെ പറയുകയാണ്. അതേസമയം സഞ്ജുവിൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ സഞ്ജുവിനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് പ്രസാദം തൊടിയിക്കുകയാണ് ശ്രീദേവി. തുടർന്ന് അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് സഞ്ജു. അന്നേരം ഇതൊക്കെ കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി മുത്തശ്ശനും കാവേരിയും അടുത്ത് നിൽക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുകയാണ്, ആര് ഇത് മറന്നാലും മോളിത് മറക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നെന്ന്. അന്നേരം ഇവിടുന്നല്ലേ നമ്മുടെ ഐശ്വര്യം കുടികൊള്ളുന്നത്, ഇത് ഇങ്ങനെ തന്നെ വേണമെന്ന് ശ്രീദേവി മുത്തശ്ശനോട് പറയുകയാണ്. തുടർന്ന് സഞ്ജുവിൻ്റെ ഡ്രസ്സൊക്കെ നോക്കി സഞ്ജുവിനെ ഒന്ന് തലോടിയിട്ട് ഒരു മകന് അച്ഛനെ ഓർക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് ശ്രീദേവി പറയുകയാണ്. അന്നേരം അമ്മയുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷമെന്ന് സഞ്ജു മറുപടി പറയുകയാണ്. ഇത് കേട്ട് കണ്ണ് നിറയുന്നുണ്ട് ശ്രീദേവിക്ക്. തുടർന്ന് ശ്രീദേവി പറയുന്നുണ്ട്, അമ്മയോട് പറയാതെ മോൻ പല കള്ളങ്ങളും മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അന്നേരം തെല്ലൊന്ന് പതറുന്നുണ്ട് സഞ്ജു. തുടർന്ന് ശ്രീദേവി പറയുന്നുണ്ട്, മോൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അത് തലകുലിക്ക് സമ്മതിക്കുകയാണ് സഞ്ജു. തുടർന്ന് വീണ്ടും ശ്രീദേവി പറയുകയാണ്, അമ്മയെപ്പോലെയല്ല ഭാര്യ. പിന്നെ ഭാര്യയെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുകയാണ് ശ്രീദേവി. എന്നിട്ട് പറയുകയാണ്, അമ്മ പറഞ്ഞു വന്നത് ഭാര്യയിൽ നിന്നും ഒന്നും മനസ്സിൽ മോൻ സൂക്ഷിച്ചു വെക്കരുത്, എല്ലാം അവളോട് പറയണം എന്നൊക്കെ ശ്രീദേവി പറയുമ്പോൾ സഞ്ജുവിൻ്റെ മുഖം അങ്ങ് മങ്ങുന്നുണ്ട്. തുടർന്ന് ശ്രീദേവിയിൽ നിന്നും മുഖം തിരിക്കുന്ന സഞ്ജു ലക്ഷ്മിയെ കല്യാണം കഴിച്ചതും പിന്നീട് സ്വാതിയെ മോതിരം അണിയിച്ചതും ഒക്കെ ഓർക്കുകയാണ്. നീ ശ്രീകുട്ടിയോട് ഒരിക്കലും കള്ളം പറയാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ നിന്നിൽ അവൾ അർപ്പിച്ച വിശ്വാസം നഷ്ടപ്പെടും, അമ്മയോട് പറയാത്തതൊക്കെ അവളോട് പറയണം എന്നൊക്കെ ശ്രീദേവി സഞ്ജുവിനോട് പറയുകയാണ്. ശ്രീദേവി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ആകെ അങ്ങ് ടെൻഷനാവുകയാണ് സഞ്ജു. സഞ്ജുവിൻ്റെ പരിഭ്രമിച്ചുള്ള നിൽപ്പ് കണ്ട് ഒന്ന് തൊട്ടിട്ട്, നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്, പെട്ടെന്ന് തൊഴുതിട്ട് വാ, എല്ലാവരും ഇറങ്ങാറായി എന്നും പറഞ്ഞ് പൂജാമുറിയിൽ നിന്നും താഴേക്ക് പോവുകയാണ് ശ്രീദേവി. ഇതേ തുടർന്ന് ഓഡിറ്റോറിയത്തിലേക്ക് എത്തുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും കവിതയും കാവേരിയും ദിനേശനുമൊക്കെ. അന്നേരം കവിതയുടെ മുഖം ആകെ അങ്ങ് നിരാശമട്ടിലാണ് ഇരിക്കുന്നത്. എല്ലാവരെയും ചെന്ന് സ്വീകരിക്കുന്നുണ്ട് കാഞ്ചനയും പ്രഭയുമൊക്കെ. മുത്തശ്ശിയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാഞ്ചന. തുടർന്ന് സഞ്ജു ഇറങ്ങിയ ശേഷം ശ്രീദേവിയെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ശ്രീദേവിയും സഞ്ജുവിൻ്റെ കൂടെ വരുമ്പോൾ ആകെ മുഖം മാറുകയാണ് കാഞ്ചനയ്ക്ക്. തുടർന്ന് ദേഷ്യത്തോടുകൂടി കാഞ്ചന കവിതയെ നോക്കുന്നുണ്ട്. പക്ഷെ തല ഉഞ്ചി നിൽക്കുകയാണ് കവിത. തുടർന്ന് സഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുകയും ചെയ്യുന്നുണ്ട് കാഞ്ചന. തുടർന്ന് ശ്രീദേവി കവിതയെ നോക്കുമ്പോൾ ആകെ ഒരു ദേഷ്യഭാവത്തിൽ നിൽക്കുകയാണ് കാഞ്ചന. അത് ശ്രീദേവി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുമുണ്ട്. തുടർന്ന് കവിതയെ ചോദ്യം ചെയ്യുന്നുണ്ട് കാഞ്ചന. നീ ശ്രീദേവി വരില്ല എന്നല്ലേ പറഞ്ഞത്, ഇനി നീ വല്യേച്ചിന്ന് എന്നെ വിളിക്കാനായിട്ട് നിനക്ക് അർഹതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കാര്യമറിയാതെ ചേച്ചി ചാടിക്കടിക്കരുത്, ഞാൻ ശ്രീദേവിക്കുള്ള ചായയിൽ മയക്കുപൊടി കലർത്തി കൊടുത്തതാണ്, പക്ഷെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എന്ന് കവിത പറയുന്നു. തുടർന്ന് ശ്രീദേവി അല്ലാതെ പിന്നെ അവളുടെ പ്രേതമാണോ ഇപ്പോൾ ഇതുവഴി കടന്നു പോയതെന്ന് കാഞ്ചന ചോദിക്കുകയാണ്. അവൾ ചായ കുടിച്ചു എന്നുള്ളത് സത്യമാണ്, പിന്നെ എന്തുകൊണ്ടാണ് മയങ്ങി പോകാത്തതെന്ന് എനിക്കറിയില്ല എന്ന് ആണയിട്ട് പറയുകയാണ് കവിത. അവൾ വിവാഹവേദിയിലുള്ളത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് ഒരു പ്രതികാരത്തോടു കൂടി വീണ്ടും ദേഷ്യത്തോടെയൊക്കെ സംസാരിക്കുകയാണ് കവിതയോട് കാഞ്ചന. അവളുള്ളപ്പോൾ ഈ നിശ്ചയം എന്തായാലും ഞാൻ നടത്തില്ല, ഒരു വാക്ക് മതി എനിക്ക് നിശ്ചയം മുടക്കാനായിട്ട്, അമ്മു ഇല്ലാതെ നിശ്ചയത്തിന് ഇറങ്ങി വരില്ല എന്നാണ് എൻ്റെ മോള് പറഞ്ഞിരിക്കുന്നത്, അമ്മുവിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാനാണ് എന്ന ഒരൊറ്റ വാക്ക് ഞാൻ പറഞ്ഞാൽ മതി, അതോടുകൂടി നിശ്ചയം മുടങ്ങുമെന്ന് കാഞ്ചന കവിതയോട് പറയുന്നു.
ശ്രീദേവി ഓഡിറ്റോറിയം വിട്ടു പോയില്ലെങ്കിൽ അവസാനത്തെ ആയുധം ഞാൻ വെളിയിലേക്കെടുക്കും. കാഞ്ചനയ്ക്ക് ആകെ ഉള്ളത് ആത്മാഭിമാനം മാത്രമാണ്. ഇത് ഞാൻ മുടക്കിയിരിക്കുമെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി കാഞ്ചന പറയുകയാണ്. ചേച്ചി അങ്ങനെയൊന്നും പറയരുത്. ഇന്നീ ചടങ്ങ് നമുക്ക് മനോഹരമായിട്ട് നടത്തിയേ പറ്റൂന്ന് കവിത പറയുകയാണ്. എങ്കിൽ നീ അവളെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോടി. പവിത്രമായ ഈ സ്ഥലത്ത് മാലിന്യം വീണതുപോലെയാണ് അവളിപ്പോൾ നിൽക്കുന്നത് കണ്ടാൽ എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോന്ന് കാഞ്ചന പറയുകയാണ് കവിതയോട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.